ദേ നല്ലൊരു വീട് വന്നിട്ടുണ്ട്, അതും കുറഞ്ഞ വിലക്ക്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വിചാരിക്കും ചെറിയ വീടാണെന്ന്, പക്ഷേ അങ്ങോട്ട് അകത്തോട്ട് കയറുമ്പോഴാണ് ഈ വീടിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഒരു 25 ലക്ഷം രൂപ കയ്യിലെടുക്കാനുണ്ടാ. നേരെ കാർ പോർച്ചൊക്കെ ഉണ്ടല്ലേ, 2 കാറ് പാർക്ക് ചെയ്യാനുള്ള പോർച്ചുണ്ട്, നീളത്തിൽ തന്നെ ഇടാം. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം നോക്കി നിങ്ങൾ. പുറമേ നോക്കുമ്പോൾ ചെറിയ വീടായിട്ട് തോന്നും, വേണ്ട അത്യാവശ്യം വലിപ്പമുള്ള ലിവിങ് ഏരിയ. അപ്പോൾ എല്ലാവരും ഈ വീണ്ടും ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഹൈപ്പ് അടിക്കാനൊന്നും മറക്കരുതട്ടാ. ഇതേ ഡൈനിങ് ഏരിയ ഉണ്ടോ, പുറത്ത് നിന്ന് കണ്ടപ്പോൾ നമുക്ക് ചെറിയ വീടായിട്ട് തോന്നി, പക്ഷേ അകത്തോട്ട് കയറിയപ്പോഴാണ് എന്താ വലിപ്പമല്ലേ. ഇത്രയും വലിയ വീടാണ് കുറഞ്ഞ വിലക്ക് വിൽക്കണം. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയും, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. കാരണം ഇത് ഡീറ്റെയിൽ കംപ്ലീറ്റ് കേട്ടിട്ട് മാത്രം വിളിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കേരളത്തിൽ എവിടെയായാലും നിങ്ങളൊരു വീട് വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഉപകാരപ്പെടും. ഇത് 3 ഫേസ് കണക്ഷൻ, ഇത് സ്റ്റെയർ കേസിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തേക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വേറൊരു വലിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇൻവെർട്ടർ കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയയാണ്. ദേ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കി, എന്താ ഒരു വലിപ്പമല്ലേ. 4 ബെഡ്റൂമുള്ള 4 അറ്റാച്ച്ഡാണ്. നിങ്ങൾ കണ്ടോട്ടാ, വീടെന്ന് വെച്ചാൽ പക്ക ക്വാളിറ്റി പണിതേക്കണ വീടാണ്. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വീടുകൾ മാത്രമാണ് നമ്മൾ ചെയ്യണത്, അത് നമ്മൾ ഗ്യാരൻ്റിയാണ്. ദേ രണ്ടാമത്തെ ബെഡ്റൂം, അതിൻ്റെ ബാത്റൂം. നിങ്ങൾക്ക് വന്ന് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുക, കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക. ചുറ്റുപാടൊക്കെ അത്രയും നല്ല രീതിക്ക് പണിതൊരു വീടാണിത്. ഇനി നിങ്ങളുടെ കിച്ചൺ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്റ്റെയർ കേസിൽ എൻ്റെ അടിയിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. അതാണ് ആ കണ്ടത്. ഇതാണ് നിങ്ങളുടെ കിച്ചൺ. സെക്കൻഡ് കിച്ചൺ വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തോട്ട് എടുക്കാം കേട്ടോ. കാരണം പുറത്തോട്ട് അപ്പുറത്തൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് കുറച്ച് അധികം സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അതും വാങ്ങാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരേ ഡ്രോയറും കണ്ടില്ല, ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു രീതിക്കാണ് ഇതിൻ്റെ എല്ലാ നിർമ്മാണവും. ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമ്മുടെ സാധനങ്ങളെല്ലാനും ഒരേ ഭാഗത്ത് അടുക്കിപ്പിറക്കിയൊക്കെ വെക്കാനുള്ള അത്രയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ കിച്ചൻ്റെ ഒരു ഔട്ട്ലുക്ക്. ബാക്കിയൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് കാണാം, എല്ലാം തുറന്നും കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ജസ്റ്റ് ഡ്രോയറും കാര്യങ്ങളൊക്കെ 1-2 ബാക്കിയൊക്കെ നിങ്ങൾ വന്നിട്ട് നോക്കിയാൽ ചെയ്യും, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തായി പോവും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം തുറന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക്, കാരണം വീഡിയോ ഒരുപാട് ലോങ്ങായി പോവും, നമുക്ക് അടുത്ത ഇനിയും കാണാനുള്ളതാണ്. മുകളിലൊക്കെ കയറി മുകളിലത്തെ റൂം കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. നമ്മൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ ഡീറ്റെയിലും പറഞ്ഞില്ലല്ലോ. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് നമ്മുടെ എടപ്പള്ളിക്കടുത്ത് തിരുമൂപ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹൈവേ എന്നൊരു 350 മീറ്റർ അകത്ത് 6 വരിപ്പാത, പുതിയ കന്യാകുമാരി ടു മുംബൈ താനെ വരെ പോണ ഹൈവേയിൽ, ആ ഹൈവേ എന്നൊരു 350-400 മീറ്ററേ ഉണ്ടാവുള്ളൂ. ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ടോ, താഴത്തോട്ടുള്ള ലുക്കൊക്കെ ഉണ്ടോ. 5 സെൻറ്റ് സ്ഥലം, 1900 സ്ക്വയർ ഫീറ്റ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂം. ഈ വീടിന് ചോദിക്കണ വില 80 ലക്ഷം രൂപയാണ്. ചെറുതായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടക്കും. പിന്നെ നിങ്ങൾക്ക് 5 സെൻറ്റ് അല്ല, കുറച്ചും കൂടി അധികം സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തിന് ഒരു 9 സെൻറ്റും കൂടി ഇതിനോട് ചേർന്ന് കിടപ്പുണ്ട്. അടുക്കളുടെ സൈഡിൽ കണ്ടില്ലേ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇവിടെ സെൻറ്റിന് 7 ലക്ഷം രൂപയാണ് വില. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് വാങ്ങിക്കാം. ഈ വീട് വാങ്ങിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റും. കാരണം ഈ വീടിന് നിങ്ങളുടെ പ്രൊഫൈൽ വെക്കുകയാണെങ്കിൽ 90% വരെ ലോൺ കിട്ടും. ഒരു 80% കൂട്ടിയാൽ മതി. 80% ലോൺ എടുത്ത് ഈ വീട് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 25 ലക്ഷം രൂപ വേണ്ടി വരില്ല.
ആണ്. ഇത്രയും നല്ലൊരു വീട്, അത് 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ച്, 2 കാറും അതുപോലെ തന്നെ ഒരു 2 ടൂ വീലറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു ഓപ്പൺ ഏരിയയാണ്. നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ തുണിയൊക്കെ അലക്കി മുകളിൽ വിരിക്കാൻ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഞാനത് കാണിച്ചു തരാം കേട്ടോ. അവിടെ വാഷിംഗ് മെഷീൻ്റെ പൈപ്പും അതുതന്നെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ്, പിന്നെ കറണ്ട് കണക്ഷൻ എല്ലാം ഉണ്ട്. ഇതേ 4ാമത്തെ ബെഡ്റൂം, ഫൈനൽ ബെഡ്റൂമാണ്. ഇതിനും ഡ്രസ്സിങ് ടേബിൾ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. അതിനും നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ബാത്റൂമും. നിങ്ങൾ നേരിട്ട് ഒന്ന് കണ്ടത് ഇഷ്ടപ്പെടും. കാരണം നമുക്ക് എറണാകുളത്തോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു 10 മിനിറ്റ് മതിയാവും. എല്ലാ സൗകര്യവും നിയറസ്റ്റ് തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇത് നിങ്ങൾ വൈകരുതല്ലേ, കാരണം ഈ വീട് 2 ദിവസം കഴിയുമ്പോൾ ഉണ്ടാകണമെന്നില്ല. കാരണം ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വീട് കിട്ടാൻ വളരെ പാടാണ്. എന്നിട്ട് നേരത്തെയൊക്കെ നമ്മുടെ അടുത്ത് 2-3 വീടൊക്കെ ഈ ഏരിയയിൽ ഉണ്ടായിരുന്നേന്. ഇപ്പോൾ ഒരു വീടിൻ്റെ പണി കഴിയുമ്പോൾ തന്നെ കച്ചവടം പോയി പോണേന്. കാരണം ഒരുപാട് ആവശ്യക്കാരാണ്. അതനുസരിച്ച് ക്വാളിറ്റിയിലാണ് ഈ ഏരിയയിൽ വീട് വിൽക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഡിമാൻഡ്. കാരണം ഇവിടെ ഈ വീട് പണിത് വിൽക്കണവരൊക്കെ ഈ ബിൽഡിംഗ് വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോൺട്രാക്ടർമാരാണ്. കാരണം അവർക്ക് വീടിനെക്കുറിച്ചുള്ള A to Z കാര്യങ്ങളും അറിയാം. കാരണം അവരൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലാണ് വീടുകൾ പണിയണത്. കാരണം തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങോട്ട് ചെല്ലൂലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും. ക്വാളിറ്റിക്കൊക്കെ ഒന്നും ഒരു കുറവുമില്ല, നല്ല രീതിക്ക് പണിയണം. കാരണം 3 നേരമൊക്കെ നനച്ചൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ പണിയണ വീടുകളാണ് ഈ ഏരിയയിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സെയിലാകും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, വേസ്റ്റ് വാട്ടറിൻ്റെ പൈപ്പ് കണക്ഷൻ, അതേകൂട്ട് തന്നെ കറണ്ട് കണക്ഷൻ എല്ലാം ഓക്കെയാണ് കണ്ടോ. മുകളിലത്തെ ഹാളിൻ്റെയൊക്കെ വലിപ്പം കണ്ട, നല്ല ക്വാളിറ്റി വീടാണ്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരാ, വിളിച്ചാൽ മതി. ലാസ്റ്റ് ഞാൻ ഡിസ്പ്ലേയിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ വിളിക്കുക, നേരെ വരാം. കാരണം ഈ വീടൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വിളിക്കുക. കാരണം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് ഉണ്ടാവുമെന്ന് എൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ, നമ്മളൊരു 2-3 ആഴ്ച മുമ്പ് തന്നെ ഇവിടെ 2 വീട് ചെയ്തായിരുന്നു. ആ വീടൊന്നും എല്ലാം കച്ചവടമായി പോയി. ഇപ്പോൾ ഒരെണ്ണം പോലും ഇല്ല. ഇപ്പോൾ ഉള്ളത് ഇതുമുണ്ട്, വേറൊരു വീടുമുണ്ട്. 2 വീടേ ഉള്ളൂ. അതിൻ്റെ ഈ പണി കഴിയണേ ഉള്ളൂ. അത് കഴിയുമ്പോഴേക്കും അതും പോവും. കാരണം ഈ ഏരിയയിലൊക്കെ വീട് കിട്ടാനില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീട് കാണുമ്പോൾ തന്നെ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എറണാകുളത്തൊരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീട് വാങ്ങിച്ചോ, നിങ്ങൾക്ക് എന്തുകൊണ്ടും ലാഭമാണ്. അപ്പോൾ ഞാൻ ഈ വീടിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിലും പറഞ്ഞു കഴിഞ്ഞ്, ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞ്, വില പറഞ്ഞ്, സ്ക്വയർ ഫീറ്റ് പറഞ്ഞ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞ്. ഇനി ഡീറ്റെയിൽ പറഞ്ഞില്ല എന്ന് ആരും പറയരുത് കേട്ടോ.